ഹലോ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നെക്കിൻ്റെ വൺ സൈഡിൽ ഡിസൈൻ വരുന്ന രീതിയിലാണ്. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇത് നെക്കിൻ്റെ ഒരു സൈഡിൽ വരുന്നത് ഡിസൈൻ ഞാനിവിടെ ക്ലോത്തിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 3 കളറ് ആംഗിൾ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ജരി ത്രെഡ് എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളറ്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ ആരി നീഡിൽ നമ്പർ 14 ആണ്. ടുലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിലാണത്. പിന്നെ ഗോൾഡൻ കളർ കട്ട് ബീഡ് വേണം. പിന്നെ ഗോൾഡൻ കളറ് 3mm വലിയ ബീഡ് വേണം. പിന്നെ നോർമൽ സെയിം ത്രെഡ് 2 ടൈപ്പ് നീഡിൽ. ആദ്യം തന്നെ ഞാൻ ഈ പിക്ചറിലെ സ്റ്റെമ്മൊക്കെ ചെയ്യണത് ആരി നീഡിൽ ഉപയോഗിച്ചിട്ട് ചെയിൻ സ്റ്റിച്ചാണ്. ആരി വർക്കിൻ്റെ ഒരു ക്ലാസ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബേസിക്കായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നും പിന്നെ കുറച്ച് ബേസിക് സ്റ്റിച്ചസുകളും പരിചയപ്പെടുത്തണ വീഡിയോ അത്. നമുക്ക് ആരി വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുവിധം ബ്രൈഡൽ ബ്ലൗസ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും എല്ലാം ആരി വർക്ക് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാനപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഒരു ക്ലാസ് ഇടും. അതിൻ്റെ എല്ലാ സ്റ്റെമ്മും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കണത്. ശേഷം നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ്. അത് 3 കളറ് ത്രെഡും മാറി മാറി ഓരോ ഫ്ലവർ ചെയ്യാണ്. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽ കുത്തിയെടുത്തിട്ട് ത്രെഡ് നീഡിൽ ഒരു പ്രാവശ്യമാണ് ഞാൻ ഇവിടെ ചുറ്റിയെടുക്കണുള്ളൂ. എന്നിട്ട് താഴോട്ട് കുത്തിയിറക്കുക. ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കണത്. അതിനുശേഷം അതിൻ്റെ നടുവിൽ ഒരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബേസിക് ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. ബേസിക് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറിയിലെ സ്റ്റിച്ചസുകളൊക്കെ പരിചയപ്പെടുത്തുന്ന 3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
ഇനി നമ്മൾ ലീഫ് ചെയ്യണത് ഗോൾഡൻ കളർ കട്ട് ബീഡ് വെച്ചിട്ടാണ്. അത് ഒരു 3 വെച്ചിട്ട് ആദ്യം ഒരു ലൈൻ കൊടുത്ത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയിട്ട് അടുത്ത ലൈനും കൂടെ കുത്തി കൊടുക്കുക. 3 ബീഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ലീഫ് ചെയ്തെടുക്കണത്. അത് 2 സ്റ്റെപ്പാണ് ചെയ്യണത്. ത്രീ ബീഡ് വെച്ചിട്ട് 2 തവണയാണ് നമ്മൾ ചെയ്യണുള്ളൂ. അങ്ങനെ ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിൽ വരും. അത്രയാണ് ലീഫായിട്ട് കൊടുക്കണുള്ളൂ. ഇത് ഈ ഒരു രീതിയിലാണ് ലീഫ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ലീഫും ചെയ്തെടുത്തു. ശേഷം നമ്മുടെ ഡിസൈൻ വരുന്നത് ഈ ഒരു ലുക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഈ ഡിസൈൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.